മക്കളെ, അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഇപ്പം നമ്മുടെ ക്രിസ്മസ് വെക്കേഷനിലാണ്. അതായത് നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്ന് റിലാക്സ്ഡ് മോഡിലാണ് അല്ലേ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടും എന്നുള്ള കുട്ടികളുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ക്രിസ്മസ് എക്സാമിന് വേണ്ട പോലെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത മക്കളുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇതെന്തായി കഴിഞ്ഞാലും, ഇനി നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഇനി വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ മെയിനായിട്ട് പെർഫോം ചെയ്യേണ്ടത് നമ്മുടെ ഫൈനൽ എക്സാമിനാണ് അല്ലേ. അതായത് നമ്മുടെ ഫൈനൽ എക്സാമിന് നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇനി വിചാരിച്ച പോലെ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയും ഫൈനൽ എക്സാമിന് ഞാൻ എന്തായാലും സെറ്റാക്കും, ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇനി ഫൈനൽ എക്സാമിന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിലോ, അപ്പോൾ നമുക്കവിടെ വേറൊരു ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിനെ കുറിച്ച് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1-നാണ്. ഇനിയിപ്പോൾ 7ാം ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാലും ജനുവരി 1-നാണ്. അതായത് പുതിയ വർഷം നിങ്ങൾക്ക് തരുന്ന ഒരു കൊച്ചു സമ്മാനമാണ് നമ്മുടെ ക്രാഷ് ബാച്ച്. അപ്പോൾ ജനുവരി 1-നാണ് നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ 6ാം ക്ലാസ്സിലെ യുവ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫിൽ നമ്മുടെ ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതേപോലെ തന്നെയാണ് 7ാം ക്ലാസ്സിൽ നമ്മുടെ സൃഷ്ടി ബാച്ചിലുള്ള മക്കളാണെങ്കിലും നിങ്ങൾക്ക് 50% ഓഫിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതുകൂടാതെ ഇപ്പോൾ 6ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് 7ാം ക്ലാസ്സിലുള്ള സൃഷ്ടി ബാച്ചിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം സൃഷ്ടി ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യം. ഇനി 7ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് 8ാം ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശക്തി ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതാകുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായിരിക്കും. അതുകൂടാതെ തന്നെ ഈ വർഷം നമ്മുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്രാഷ് ബാച്ചിൽ ഉണ്ടായിരിക്കും. സോ നമ്മുടെ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് റിവൈസ് ചെയ്യും. അതായത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചാപ്റ്റേഴ്സിലുള്ള അതായത് നമ്മുടെ SCRT-യിലുള്ള എല്ലാ കാര്യങ്ങളും 100% ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതും വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ സെറ്റാക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ടോപ്പിക്സ് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ടോപ്പിക്സും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഫുൾ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു മാർക്കിലോട്ട് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ക്രാഷ് ബാച്ചിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഇതേ താഴെ ഒരു നമ്പർ കാണുന്നില്ലേ, ആ നമ്പറിലോട്ടൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വേഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി 1 മുതൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളിൽ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അതുകൂടാതെ തന്നെ ഈ ഒരു വെക്കേഷൻ നിങ്ങൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഉഷാറാക്കുക. ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.